നാച്ചുറലായ സിമ്പിളായ സെൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്കെല്ലാവർക്കും സ്വാഗതം. ആദ്യമായി പറയാനുള്ളത്, ഓൺലൈൻ സെയിൽ ആരംഭിച്ചതോടെ മനസ്സ് തൊട്ടറിയുന്ന ഒട്ടനവധി കൂട്ടുകാരെ അടുത്തറിയാൻ കഴിഞ്ഞു. ഒരുപാട് കൂട്ടുകാർ മാന്യമായ രീതിയിലും വളരെ ബഹുമാനത്തോടും കൂടി തന്നെയാണ് നമ്മളോടെല്ലാവരോടും പെരുമാറുന്നത്. അതിൽ വലിയൊരു താങ്ക്സ് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ഇതിലൂടെ രേഖപ്പെടുത്തുകയാണ്. ഓരോരുത്തരുടെ ഹൃദയത്തിനുള്ളിലെ പവിത്രമായ ആ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ കൂടിയായിരുന്നു ആ ഒരു വേദി. സ്നേഹം നിറഞ്ഞ വാക്കുകളോടൊപ്പം തന്നെ വേദനിക്കുന്ന ഒരുപാട് മനസ്സുകളോട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിൽ തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്. വളരെ കുഞ്ഞു നാളിൽ തന്നെ ഒറ്റപ്പെടലുകളും വേദനകളും എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരുടെ കണ്ണുനീരിൻ്റെ വില ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. എല്ലാ വേദനകളെയും മറികടന്ന് സൗന്ദര്യമുള്ള ചിത്രശലഭങ്ങൾ പോലെ നമുക്കും പാറിപ്പറക്കണം. അതിന് നമുക്ക് ആരുടെ സപ്പോർട്ടും വേണ്ട, ഉൾക്കരുത്ത് മാത്രം മതി. ഊർജ്ജസ്വലരായി നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ നട്ടെല്ലായി മാറാം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഏത് സാധനം കൊണ്ടും നമുക്ക് അടിപൊളിയായി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം എന്നതിനുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. തൂന ഫിഷ് വെച്ചിട്ടാണ് ഇന്നത്തെ ബിരിയാണി. അതിനായിട്ട് നമുക്ക് തൂന ഫിഷ് നന്നായി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഒരൽപ്പം ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റി ആവും. അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും രമ്പയിലയും പിന്നെ നമ്മുടെ മല്ലിയിലയും കൂടെ നുള്ളിയെടുക്കുന്നുണ്ട്. ശേഷം എല്ലാം കൂടെ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. കുഞ്ഞു കഷ്ണം പുതിന കൂടി നുള്ളിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ്. ഒരല്പം സവോളയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരല്പം വെളുത്തുള്ളി, പിന്നെ നമ്മൾ എടുത്തു വെച്ച രമ്പയിലയും പുതിനയിലയും ചപ്പ്, ഇഞ്ചി, ചെറുനാരങ്ങ, ഇതെല്ലാമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. വളരെ കുറഞ്ഞ എമൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ചെറുനാരങ്ങ ഇല്ലെങ്കിൽ നമുക്ക് അതിന് വിനാഗിരിയൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നമ്മൾ മിക്സിയിലൊന്ന് ജസ്റ്റ് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നല്ല ചുവട് കട്ടിയുള്ള ഒരു ചെമ്പാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യൊന്നും വെച്ചിട്ടല്ല നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. നന്നായി ചൂടായ ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് സവോള ഇട്ട് നന്നായി ഒന്ന് വഴന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ട് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. പിന്നീട് നമ്മൾ അതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തക്കാളി മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു തക്കാളിയും നല്ല പോലെ വഴന്ന് കിട്ടുന്നത് വരെ നമ്മൾ ചെറിയ തീയിലിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും ഇഞ്ചി ഇതെല്ലാം നന്നായി വെന്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരല്പം മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നമ്മൾ മല്ലിച്ചപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ബിരിയാണിയിൽ പുളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരല്പം തൈര് ചേർത്ത് കൊടുക്കാം. തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ മസാലയൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ഫിഷുകളൊക്കെ നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. മസാലയോട് ജോയിൻ്റ് ആകുന്ന രീതിയിൽ വേണം നമ്മൾ ഫിഷ് വെച്ച് കൊടുക്കാൻ. ഒരല്പസമയം നമ്മൾ നന്നായി അടച്ച് ആവിയൊക്കെ ഒന്ന് കയറിയ ശേഷം നമുക്ക് വേവിച്ച് വെച്ച റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ബിരിയാണിയിലേക്ക് നമ്മൾ അരി കൂടുതൽ വേവിച്ചെടുക്കാതെ തന്നെ ഊറ്റിയെടുക്കുന്നതാണ് നല്ലത്. ഇനി ഈ ചോറിലേക്ക് നമുക്ക് ഒരല്പം രമ്പയില ഇതുപോലെ അരിഞ്ഞു വിതറി കൊടുക്കാം. അതിനുശേഷം നമ്മളൊരല്പം മുന്തിരി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിരിയാണിക്ക് നല്ല സ്മെല്ല് വരാനുള്ള ഒരു ട്രിക്കാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് അതിലേക്കൊരൽപ്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി ജോയിൻ്റ് ആക്കിയതിന് ശേഷം കട്ടയൊന്നും കൂടാതെ നന്നായി മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ ബിരിയാണി ദമ്മിട്ട ചോറിന് മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ഒരല്പം ഓയിൽ കൂടിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ബിരിയാണിയിൽ ഞാൻ നെയ്യ് യൂസ് ചെയ്യുന്നതേ ഇല്ല. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ചട്ടുകം വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായി നമ്മൾ പൊടിച്ചു വെച്ച ഏലക്ക, ഗ്രാമ്പു, പട്ട കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അരമണിക്കൂർ നന്നായി ചെറിയ തീയിലിട്ട് ഇതുപോലെ അടച്ചു വെക്കുക. അടച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ നീരാവി പുറത്തു പോകാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ ചെറിയ തീയിലിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. നന്നായി ആവിയൊക്കെ കയറിയതിന് ശേഷം നമുക്ക് തുറന്ന് ചൂടോടെ തന്നെ ഇളക്കി വിളമ്പിയെടുക്കാം. ഇനി നിങ്ങൾ ആരും പറയരുത് ചിക്കൻ ഇല്ലാതെ മറ്റു സാധനങ്ങളില്ലാതെ ബിരിയാണി വെക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതുപോലെ നമുക്ക് വളരെ ഈസിയായി വളരെ സിമ്പിളായിട്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്ന സമയത്ത് നല്ല ഒരു അടിപൊളി സ്മെല്ലാണ് പുറത്ത് വരുന്നത്. എത്ര സിമ്പിളായിട്ട് നമ്മൾ ബിരിയാണി വെച്ചാലും നമ്മൾ അത് വിളമ്പുന്നതൊരു നല്ല രീതിയിലാക്കി മാറ്റാൻ ശ്രമിക്കുക. ഞാനിവിടെ ഇന്ന് വാഴയിലയിലാണ് ബിരിയാണി വിളമ്പുന്നത്. നമ്മുടെ മക്കൾക്ക് അതൊക്കെ കൂടുതലൊരു സന്തോഷം നേടിക്കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ബിരിയാണി ഉണ്ടാക്കിയ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കാണണം എന്ന് ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഇനേബിൾ ചെയ്തിടാൻ മറക്കാതിരിക്കുക. വീഡിയോ അവസാനം വരെ കണ്ട എൻ്റെ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.